ഓക്കെ, നമ്മുടെ 9th ചാപ്റ്റർ പ്ലാനാർ ഗ്രാഫ് ആണ്. ഓക്കെ, പ്ലാനാർ ഗ്രാഫ് അതിൽ ആദ്യത്തെ സെക്ഷനാണ് പ്ലെയിൻ ആൻഡ് പ്ലാനാർ ഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ കുറേ പഠിച്ചില്ലേ. അപ്പോൾ അതിലത്തെ ഒരു സെക്ഷനാണ് ഈ പ്ലാനാർ ഗ്രാഫ് കേട്ടോ. ഈ പ്ലാനാർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു പ്ലാനാർ ഗ്രാഫ് അല്ലെങ്കിൽ പ്ലെയിൻ ഗ്രാഫ് എന്ന് പറയുന്ന ആ ഡെഫിനിഷനാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. പ്ലാനാർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ്, എ ഗ്രാഫ് ഈസ് സെഡ് ടു ബി പ്ലാനാർ. ഒരു ഗ്രാഫ് എന്താവുക, പ്ലാനാർ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പറയാം എംബഡഡ് ഇൻ എ പ്ലെയിൻ എന്നൊക്കെ പറയാം. എംബഡഡ് ഇൻ എ പ്ലെയിൻ. ഒരു ഗ്രാഫ് പ്ലാനാർ ആവുക അല്ലെങ്കിൽ ക്യാൻ ബി എംബഡഡ് ഇൻ എ പ്ലെയിൻ എന്നൊക്കെ പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ, നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റണം, ഇറ്റ് ക്യാൻ ബി ഡ്രോൺ in the plane, so that it can be drawn in the plane so that എങ്ങനെ edges intersect only at their ends എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് intersect ചെയ്യുന്നത് എവിടെ മാത്രം, വെർട്ടെക്സിൽ മാത്രം, എൻഡുകളിൽ മാത്രം, അല്ലാണ്ട് എഡ്ജസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കാൻ പാടില്ല എന്ന് മനസ്സിലായോ. intersect only at their ends. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുത്തു. ഇതൊക്കെയാണ് വെർട്ടെക്സുകൾ വരുന്നത്, ഇതൊക്കെയാണ് എഡ്ജസ്. ഈ എഡ്ജസ് എന്തല്ല, എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല അല്ലേ. എവിടെയും എഡ്ജസ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, വെർട്ടെക്സിൽ മാത്രമേ അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നുള്ളൂ. സോ ഇതെന്താണ്, ഒരു പ്ലാനാർ ഗ്രാഫാണ്. ഇപ്പം ഞാൻ ഈ ഗ്രാഫിൽ ഇവിടെ ഒരു വെർട്ടെക്സ് വരച്ചിട്ട് ഇതാണ് എൻ്റെ ഗ്രാഫ് വെച്ചെങ്കിൽ ഇത് എന്തല്ല, ഈ ഗ്രാഫ് പ്ലാനാർ അല്ല, പക്ഷേ ഈ ഗ്രാഫിന് ഒരു പ്ലാനാർ റെപ്രസെൻറ്റേഷൻ ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്ലാനാറാന്ന് പറയാം. അതായത് ഇത് പ്ലാനാർ അല്ല, കാരണം എന്താ, ഇവിടെയും ഇവിടെയും ഈ 4 വെർട്ടെക്സ് നമുക്കുള്ളത്, നടുക്ക് കൂടെ എന്തില്ല, ഇവിടെ വെർട്ടെക്സ് ഇല്ല, പക്ഷേ എഡ്ജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്ലെയിനിലേക്ക് എംബഡ് ചെയ്യാൻ പറ്റില്ലേ. ദേ നോക്ക്, ഇതാണ് ഇനി യോജിപ്പിക്കുന്ന എഡ്ജ് നമുക്ക് ഇങ്ങനെ വരച്ചാൽ മതി. സോ പ്ലെയിനിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എഡ്ജസ് ഇന്റർസെക്ട് ചെയ്യാത്ത രീതിയിൽ പ്ലെയിനിലേക്ക് എംബഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഈ ഗ്രാഫ് പ്ലാനാർ ആണെന്ന് പറയാം. കാരണം ഈ റെപ്രസെൻറ്റേഷൻ പ്ലാനാർ അല്ലാന്നേ ഉള്ളൂ, അതിലൊരു പ്ലാനാർ റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇല്ലേ. ഇത് ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എംബഡ് ചെയ്യാൻ ഒരു പ്ലെയിനിലേക്ക് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എംബഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ ഗ്രാഫ് എന്താന്ന് പറയാം, പ്ലാനാർ ആണെന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഞാൻ K5 എടുത്തു. K5 എന്ന് പറഞ്ഞാൽ അല്ല, K5 വേണ്ട, K4. K4 ഇതല്ലേ, ഇത് പ്ലാനാർ ആണോ. K4ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയേ, ഇത് ഇങ്ങനെ ഈ എഡ്ജ് ഇത് ഇനി ഈ എഡ്ജ് വരച്ചാലാണ് പ്രശ്നം, എന്ത് ചെയ്യാൻ പറ്റുക, ക്രോസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ എഡ്ജ് ഇങ്ങനെ വരച്ചു, ഈ 2 വെർട്ടെക്സ് തമ്മിൽ ഇങ്ങനെ എഡ്ജ് വരച്ചൂടെ. അപ്പം എന്തായി, ഇതിനെയും ഈ K4നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്ലാനാറായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. K4ഉം പ്ലാനാറാണ്. ഇനിയിപ്പോൾ അല്ലാത്തത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ പ്ലാനാർ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ. ഒരു ഗ്രാഫ് അതിനെ നമുക്കൊരു പ്ലെയിനിലേക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ എഡ്ജസ് വെർട്ടെക്സുകളിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് നമുക്ക് എന്താന്ന് പറയാം, പ്ലാനാർ ഗ്രാഫ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു ജോർദാൻ കർവ് എന്താന്നുള്ളതാണ്. കുറച്ച് ഡെഫിനിഷൻ പോലെയാണ് ഇതിൽ വരണേ. ജോർദാൻ കർവ്, ഒരു ജോർദാൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് നോൺ സെൽഫ് ഇന്റർസെക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, തിരിച്ചവിടേക്ക് തന്നെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, ആ കർവിനെ തന്നെ അത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല, നോൺ സെൽഫ് ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള കർവ്. പിന്നെ എന്തും കൂടി ആവണം, ക്ലോസ്ഡും കൂടി ആവണം, എന്ന് വെച്ചാൽ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിക്കുകയും വേണം. അങ്ങനെയാണെങ്കിലാണ് ഒരു ജോർദാൻ കർവ് എന്ന് പറയാം കേട്ടോ. ഡെഫിനിഷൻ ഞാൻ വെറുതെ റഫായിട്ട് പറയണുള്ളൂ, നിങ്ങളുടെ നോട്ടിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നോൺ സെൽഫ് ഇന്റർസെക്റ്റ്, തിരിച്ച് സ്വയം ഇന്റർസെക്റ്റ് ചെയ്യാത്ത ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കർവിനെയാണ് നമ്മൾ ജോർദാൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
അപ്പോൾ ഒരു ജോർദാൻ കർവ് നമ്മളൊരു പ്ലെയിനിൽ, ഇപ്പം ഇതൊരു ജോർദാൻ കർവ് ആണെന്ന് വിചാരിക്കും അല്ലേ, നോൺ സെൽഫ് ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കർവാണിത്, ഇത് കണ്ടിന്യൂസ് ആണ്. സോ ഒരു ജോർദാൻ കർവ് ഒരു പ്ലെയിനിനെ 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇത് ഈ കർവിന് ഇപ്പം നമ്മൾ ജെ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇന്റീരിയർ ഓഫ് ജെയും ഇൻറ്റ് ജെയും എക്സ്റ്റ് ജെയും എന്ന് വെച്ചാൽ എന്താ, എക്സ്റ്റീരിയർ ഓഫ് ജെയും, ഒരു ബൗണ്ടഡ് റീജിയനും ഒരു അൺബൗണ്ടഡ് റീജിയനും, 2 റീജിയൻസ് ആയിട്ട് ഓരോ കർവും നമ്മുടെ പ്ലെയിനിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് രണ്ടും കൂടി എന്താ പറയുക, യൂണിയൻ എടുത്താൽ നമുക്ക് ആരെ കിട്ടുകയും ചെയ്യും, മൊത്തം പ്ലെയിൻ ആയിരിക്കും അല്ലേ, രണ്ടും കൂടി കൂടിയ പിന്നെ മൊത്തം പ്ലെയിൻ ആയിരിക്കില്ലേ. ഇനി നമുക്ക് ഒരു ജോർദാൻ കർവ് തിയറം അതും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ജോർദാൻ കർവ് എന്താന്ന് കിട്ടിയല്ലോ. ഇനിയൊരു ജോർദാൻ കർവ് തിയറം, ജോർദാൻ കർവ് തിയറം, അത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റഫായിട്ട് എഴുതണേ കേട്ടോ, ശരിക്കും തിയറം പ്രൂഫ് ആയിട്ടൊന്നുമില്ല. ജോർദാൻ കർവ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എനി ലൈൻ ജോയിനിങ് a point in int j to a point in interior of j to exterior of j, a point in exterior of j must meet j in some point, അതായത് ലോജിക്കലി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, ഏത് ലൈൻ, ഇന്റീരിയർ ഓഫ് ജയിലത്തെ ഒരു പോയിന്റും എക്സ്റ്റീരിയർ ഓഫ് ജയിലത്തെ ഒരു പോയിന്റും, ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഏത് ലൈൻ എടുത്താലും അത് എന്ത് ചെയ്യുന്നുണ്ട്, ജെ എന്ന് പറയുന്ന കർവിനെ മീറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അതൊരു ജോർദാൻ കർവ് തിയർ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ജോർദാൻ കർവ് എന്താണെന്ന് മനസ്സിലായി. സോ അത് 2 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി ജോർദാൻ കർവ് തിയറം ഏത് 2 പോയിന്റ്സും, ഇന്റീരിയറിലുള്ള ഒരു പോയിന്റിനെയും എക്സ്റ്റീരിയർ ഓഫ് ജയിലുള്ള ഒരു പോയിന്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉറപ്പായും ജെ എന്ന് പറയുന്ന ആ കർവിനെ എവിടെയെങ്കിലും വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. സോ ഒബ്വിയസ് ആയിട്ടുള്ളൊരു തിയറാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രൂഫ് ഒന്നും നമുക്ക് കാര്യമായിട്ട് ഇതിലിപ്പോൾ പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു തുടക്കമായിട്ട് നമുക്ക് പ്ലാനാർ ഗ്രാഫിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു പ്ലാനാർ എംബഡിങ് ഉണ്ടായിരിക്കണം, അതുപോലെ ഏത് ഗ്രാഫിനും ഒരു പ്ലെയിനിലേക്ക് എന്താ പറയുക, എഡ്ജസ് തമ്മിൽ ജോയിൻ ചെയ്യാത്ത രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് പ്ലാനാർ ഗ്രാഫായി. ആൻഡ് ജോർദാൻ കർവ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കർവാണ്, വിത്ത് ക്ലോസ്ഡ് കർവാണ്, നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് കർവിനെയാണ് ജോർദാൻ കർവ് എന്ന് പറയാം. ഇനി ജോർദാൻ കർവ് തിയറം, ഏത് ലൈൻ ഇന്റീരിയർ ജേണിയും എക്സ്റ്റീരിയർ ജേണിയും ജോയിൻ ചെയ്യുന്ന ഏത് ലൈൻ എടുത്താലും, ഓരോ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഏത് ലൈൻ എടുത്താലും അത് കർവിനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും എന്നുള്ള കാര്യം. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ തിയറത്തിലേക്ക് കടക്കാം. ഓക്കെ, തിയറം 9.1 ഫസ്റ്റത്തെ തിയറാണ്. K5 is non-planar. K5 non-planar ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ K5 നോൺ പ്ലാനാർ ആണെന്നാണ് നമ്മുടെ തിയറം പ്രൂഫ്. K5 എന്താണെന്ന് അറിയാലോ, കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടക്സസ്. നമ്മൾ നോർമലി K5 ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ നോർമലി 5 വെർട്ടക്സ് ഉണ്ട്. വൃത്തി കുറവാവട്ടെ വരയ്ക്കണില്ല, അത് നോക്കണ്ട. ഇങ്ങനെയാണ് നമ്മൾ നോർമലി K5 വരയ്ക്കാറ്. ഈ K5 നോൺ പ്ലാനാർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ,
അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ കോൺട്രഡിക്ഷനിലാണ് പ്രൂഫ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് സപ്പോസ് ചെയ്യുന്നു? കോൺട്രഡിക്ഷനിലാണ് K5 പ്ലാനാർ ആണെന്ന്. ഓക്കെ, K5ന് ഒരു പ്ലാനാർ എംബഡിങ് ഉണ്ട്. K5 പ്ലാനാർ എന്ന് പറഞ്ഞാൽ K5 എന്ന് പറയുന്ന ഗ്രാഫിന് ഒരു പ്ലാനാർ റെപ്രസെൻറ്റേഷൻ നമുക്ക് പ്ലെയിൻ ഗ്രാഫിലേക്ക് എംബഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യണേ. ഓക്കെ, ഇനി അപ്പോൾ അത് G ആണെന്ന് വിചാരിക്കുക. ആ പ്ലാനാർ എംബഡിങ് എന്ന് പറയുന്നത് G ആണ്. K5ൻ്റെ പ്ലാനാർ എംബഡിങ് ആണ് G എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് വിചാരിക്കുക. സോ എന്തുണ്ട്? 5 വെർട്ടെക്സ് ഉണ്ടല്ലോ. സോ V1, V2, V3, V4, V5 ഇതാണ് ആ 5 വെർട്ടെക്സ് എന്ന് വിചാരിക്കാം. കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈ എല്ലാ വെർട്ടെക്സുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജസ് ഉണ്ട് നമുക്ക്. V1 എല്ലാത്തിനെയായിട്ട് ജോയിൻ ചെയ്യുന്ന എഡ്ജ് ഉണ്ട്, V2 ഉണ്ട്, അങ്ങനെയുണ്ട്. ഇനി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം? V1, V2, V3, V1 അതായത് V1, V2 കണക്ട് ചെയ്യുമല്ലോ. ഇനി V2, V3 ആയിട്ട് കണക്ട് ചെയ്യും. V3 നമുക്കറിയാം V1 ആയിട്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് 5 വെർട്ടെക്സുകൾ വരച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് V1, V2, V3, V4, V5 എല്ലാം തമ്മിൽ ജോയിൻ. അപ്പോൾ നമുക്കുള്ള ഇപ്പോൾ പറഞ്ഞ ആ കർവ് നോക്കാം. V1, V2, V3, വീണ്ടും V1. ഓക്കെ, ഇത് ഈ എഡ്ജസ് ഒക്കെ ഇതിൽ ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ, കാരണം എല്ലാ എഡ്ജസും ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്തായി? ഈ V1, V2, V3, V4 അല്ല V1, V2, V3, V1 എന്ന് പറയുന്നത് ഒരു സൈക്കിളായി അല്ലേ? അപ്പോൾ C എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കിളായിട്ട് നമ്മൾ ഇതിനെ വിളിച്ചു. C ഇതാണ് നമ്മുടെ C എന്ന് വിചാരിക്കാം. ഓക്കെ, വെറുതെ നമ്മളൊരു സൈക്കിളിനെ വിളിച്ചു. ഈ സൈക്കിൾ എന്താണ്? ഒരു ജോർദാൻ കർവ് ആണല്ലോ. ഓട്ടോമാറ്റിക്കലി ഇതൊരു കർവാണ്. നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഉണ്ട്. സോ ഒരു ജോർദാൻ കർവാണ്. ഇനി V4നെ സംബന്ധിച്ച് V4ന് 2 ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് പുറത്താണെങ്കിലും 2 ചാൻസസ് ഉണ്ട്. ഒന്നുകിൽ പുറത്ത് വരാം, അല്ലെങ്കിൽ അകത്ത് വരാം. അതായത് ഈ കർവിനെ V4 എവിടെ വേണമെങ്കിലും വരാമല്ലോ. ഈ കർവ് നമ്മൾ 2 ഇന്റീരിയർ എക്സ്റ്റീരിയർ ആയിട്ട് 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ കർവിന്റെ ഉൾഭാഗം ഇന്റീരിയർ ഓഫ് C, പുറം ഭാഗം എക്സ്റ്റീരിയർ ഓഫ് C. V4 എന്ന് പറയുന്ന എഡ്ജ് അല്ലെങ്കിൽ വെർട്ടെക്സ് എവിടെയൊക്കെ വരാം? ഒന്നുകിൽ ഇന്റീരിയർ ഓഫ് സിയിൽ വരാം, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഓഫ് സിയിൽ വരാം. സോ V4 എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇൻറ്റു C ഓർ V4 ബിലോങ്സ് ടു എക്സ് ടു C. ഇതിൽ എവിടെ വേണേലും ആര് വരാം? V4 വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് V4 ഇവിടെ ഉണ്ടെന്നല്ല സപ്പോസ് ചെയ്യുന്നത്, ഉള്ളിലാണെന്നാണ്. പുറത്താണെങ്കിലും ഈ സെയിം കാര്യം തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ V4 ഉള്ളിലാണെന്ന് സപ്പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? V4 പുറത്തല്ല, ഉള്ളിലാണെന്ന് വിചാരിക്കാം, ഇൻറ്റു സിയിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ V1, V4 എന്ന് പറയുന്ന എഡ്ജ് എന്തായാലും ഉണ്ടാവണം. ഇനി V4, V2 ഉണ്ടാവണം, കാരണം ഇതല്ലേ V4, V3. V4 V1 ആയിട്ടും V2 ആയിട്ടും V3 ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ 3 എന്ത് കിട്ടി നമുക്ക്? വേറെ 3 റീജിയൻസ് C1. അതായത് കണ്ടോ, ഇപ്പം എന്തായി? ഈ ഒരു റീജിയനെ നമ്മൾ എന്ത് ചെയ്തു? 3 വേറെ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് C1, ഇത് C2, C3, അങ്ങനെ 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി V5 എന്ന് പറയുന്ന എഡ്ജ് എവിടെയൊക്കെ വരാം? ഒന്നുകിൽ C1ൻ്റെ ഉള്ളിൽ വരാം, C2ൻ്റെ ഉള്ളിൽ വരാം, C3യുടെ ഉള്ളിൽ വരാം, അതല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറത്ത്. ഇങ്ങനെ 4 ചാൻസസ് ആണ് ആർക്കുള്ളത്? V5നുള്ളത്. അപ്പോൾ ഈ 4 ചാൻസിൽ എവിടെ വന്നാലും നമുക്ക് പ്രശ്നം ഉണ്ടാവുമെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ V5 നമ്മൾ എന്ത് വിചാരിക്കുകയാണ്? പുറത്താണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ വരച്ച പോലെ തന്നെ പുറത്താണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ V4 എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇൻറ്റു സിയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V4, V5 എന്ന് പറയുന്ന ആ കർവ് വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് എന്തിനെ ജോയിൻ ചെയ്യും? നമ്മുടെ ജോർദാൻ കർവ് തിയറം പ്രകാരം V4 കിടക്കുന്നത് ഉള്ളിലാണ്, ഇൻറ്റു സിയിലാണ്, V5 പുറത്താന്ന് വിചാരിച്ചു നമ്മൾ. സോ V4, V5 എന്ന് പറയുന്ന ആ എഡ്ജ് എന്തിനെ ക്രോസ് ചെയ്യും? C എന്ന് പറയുന്ന നമ്മൾ ആദ്യം വരച്ച ആ ഇതിനെ ക്രോസ് ചെയ്യും ജോർദാൻ കർവ് തിയറം പ്രകാരം. അപ്പോൾ അത് കോൺട്രഡിക്ഷൻ ആണ്. ഇനി V5 ഈ C1ൻ്റെയോ C2ൻ്റെയോ C3യുടെയോ ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ഉള്ളിലാണ് കിടക്കണേ വിചാരിക്കുക. അപ്പോഴും എന്താ? ഇത് 3ഉം വേറെ വേറെ കർവ്. അപ്പോൾ V5 ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കണമെങ്കിൽ V1 ആയിട്ട് V2, V3 ആയിട്ട് കണക്ട് ചെയ്യാൻ കുഴപ്പമില്ല, V4 ആയിട്ട് കണക്ട് ചെയ്യാനും കുഴപ്പമില്ല. V1 ആയിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? V1 ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ആരെങ്കിലും മീറ്റ് ചെയ്യണം, ഏതെങ്കിലും എഡ്ജിനെ നമുക്ക് ക്രോസ് ചെയ്യണം.
അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഏതിൽ കിടന്നാലും ഒരാളായിട്ട് നമുക്ക് എഡ്ജ് ഫോം ചെയ്യണമെങ്കിൽ ജോർദാൻ കർവ് തിയറം പ്രകാരം എന്ത് ചെയ്യേണ്ടി വരും? ഈ കർവിലെ ഏതെങ്കിലും ഒരു എഡ്ജിനെ നമുക്ക് ക്രോസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ V5 എവിടെ വെച്ചാലും ജോർദാൻ കർവ് തിയറം പ്രകാരം പ്ലാനാർ അല്ല, അതായത് എഡ്ജിനെ കണക്ട് ചെയ്യുന്നുണ്ടെന്നാണ് കിട്ടുന്നത്. സോ നമ്മുടെ സപ്പോസിഷൻ എന്താ എന്ന് വെച്ചാൽ ജോർദാൻ കർവ് തിയറം ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ജോർദാൻ കർവ് തിയറം എല്ലാ കർവിനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, എല്ലാ ജോർദാൻ കർവ്സിനും കൊടുക്കാൻ പറ്റില്ല. സോ അത് വരാൻ കാരണം K5 നോൺ പ്ലാനാർ ആണ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് വന്നു? ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തി. എന്തല്ല എന്ന് പറയാം? K5 എന്ന് പറയുന്നത് പ്ലാനാർ അല്ല, നോൺ പ്ലാനാർ ഗ്രാഫ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. മനസ്സിലായല്ലോ? V4 ഉള്ളിൽ ചൂസ് ചെയ്തു, V4ന്റെ വരെ ഓക്കെ. ഇനി V4 V5 എന്ന് പറയുന്ന ആ എഡ്ജ് വരയ്ക്കാനാണ് പ്രശ്നം. V5ന് 4 സ്ഥാനങ്ങളുണ്ട്. പുറത്താവാം, പിന്നെ ഈ 3 റീജിയൻസിൽ എവിടെയെങ്കിലും ആവാം. എവിടെ വെച്ചാലും ഒരു എഡ്ജ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഒരു അവസാനത്തെ എഡ്ജ് വരയ്ക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? ഏതെങ്കിലും ജോർദാൻ കർവിനെ നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താവില്ല? പ്ലാനാർ ആവില്ല. അങ്ങനെ ക്രോസ് ചെയ്താൽ പ്ലാനാർ അല്ലല്ലോ. അപ്പോൾ എന്ത് പറ്റി? നമുക്ക് അത് വരയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ദാറ്റ് ഈസ് K5 നോൺ പ്ലാനാർ ആണെന്ന് പറയാം. ഇതേപോലെ നമുക്കിനി K33യും നോൺ പ്ലാനാർ ആണെന്ന് പറയാം കേട്ടോ. അത് നമ്മൾ ഇതിൽ പറയണില്ല. ഇതേപോലെ വരച്ചിട്ട് എങ്ങനെ 1 2 3 6 എഡ്ജസ് അല്ലേ, 6 വെർട്ടെക്സസ് അല്ലേ ഉള്ളത്. ഇതുപോലെ നോക്കി അവസാനം ഒരു എഡ്ജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാം K33യും നോൺ പ്ലാനാർ ആണെന്ന്. സോ തീരം ക്ലിയർ ആയല്ലോ. സോ K5 നോൺ പ്ലാനാർ ആണെന്നുള്ളത് കണ്ടീഷൻ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ അത്. ഇനി അടുത്തൊരു ഇതാണ് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രാഫ് G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, G എന്ന് പറയുന്ന ഗ്രാഫ് എംബഡബിൾ ഓൺ എ സർഫസ് എന്ന് പറയണമെങ്കിൽ, നമ്മൾ എംബഡബിൾ ഓൺ എ പ്ലെയിൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എംബഡബിൾ ഓൺ എ സർഫസ് എസ് എന്ന് പറയുന്ന സർഫസിലേക്ക് എംബഡബിൾ ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ എസ്. നമ്മൾ എസ്സിൽ അത് വരയ്ക്കാൻ പറ്റണം. സച്ച് ദാറ്റ് നേരത്തെ പോലെ തന്നെ പ്ലാനാർ എങ്ങനെയാണ് വരച്ചിരുന്നത് അതുപോലെ തന്നെ, അതായത് എഡ്ജസ് ഇന്റർസെക്ട് ഓൺലി അറ്റ് ദ എൻഡ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് ആ സർഫസിലേക്ക് എസ് എന്ന് പറയുന്ന സർഫസിലേക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എംബഡബിൾ ഓൺ ദ സർഫസ് ആണെന്ന് പറയാം. G എന്ന് പറയുന്ന ഗ്രാഫ് എംബഡബിൾ ഓൺ ദ സർഫസ് ആണെന്ന് പറയാം. ആൻഡ് ഈസ് കോൾഡ് ആൻ എംബഡിങ് ഓഫ് G ഓൺ എസ്. അതിന് നമ്മൾ പറയുന്നത് എംബഡിങ് ഓഫ് ജിയുടെ എംബഡിങ് ആണ് ഓൺ എസിലേക്ക്. അപ്പോൾ വെറുതെ എംബഡിങ് എന്ന് പറഞ്ഞാൽ ആ സർഫസിലേക്ക് നേരത്തെ പ്ലാനാർ വരയ്ക്കുന്ന പോലെ തന്നെ എഡ്ജസ് ഒന്നും ഇടയിൽ ഇന്റർസെക്ട് ചെയ്യാതെ എൻഡിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുന്ന പോലെ ഒരു എംബഡിങ് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എംബഡിങ് ഓഫ് G ഓൺ എസ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയും. നമ്മൾ എസ് ആയിട്ട് സ്ഫിയർ എടുക്കാം. ഓക്കെ, അപ്പോൾ പ്ലാനാർ ഗ്രാഫ്സും ഗ്രാഫ്സ് എംബഡബിൾ ഓൺ ദ സ്ഫിയർ, ഓൺ എ സ്ഫിയർ ആർ ഈക്വലന്റ് എന്നാണ് നമുക്ക് അടുത്തൊരു നോട്ടായിട്ട് പറയാനുള്ളത്. ഈക്വലന്റ് ആണെന്ന് ഞാൻ വെറുതെ വെച്ചതാട്ടോ. പ്ലാനാർ ഗ്രാഫ് എന്ന് പറയുന്നതും സ്ഫിയറിലേക്ക് എംബഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫുകളും എന്താണ്? ഈക്വലന്റ് ആണെന്നാണ് പറയണത്. സോ നമ്മളൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ എന്താന്ന് പറയുന്നതല്ലോ കേട്ടോ. അപ്പോൾ പ്ലാനാർ ഗ്രാഫും സ്ഫിയറിലേക്ക് എംബഡ് ചെയ്യുന്ന ഗ്രാഫും ഈക്വൽ ആണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു. ഒരു പ്ലെയിനിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സ്ഫിയർ. എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, അതായത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പ്ലെയിൻ എടുത്തു, അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സ്ഫിയർ ആണിതെന്ന് വിചാരിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ വരയ്ക്കുള്ളൂ. അപ്പോൾ ഇത് പ്ലെയിൻ ആണ്, ഇതൊക്കെ പ്ലെയിൻ ആണ്, അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു സ്ഫിയർ ആണിത്. ആ സ്ഫിയറിൻ്റെ പോയിന്റ് ഓഫ് ഇത് P, ഇത് S. പ്ലെയിനിന് നമ്മൾ P എന്ന് കൊടുത്തു, സ്ഫിയറിന് നമ്മൾ S എന്ന് കൊടുത്തു. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ, പ്ലെയിനും ഈ സ്ഫിയറും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതിൻ്റെ നേരെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടിക്കലി ഓപ്പോസിറ്റിലായിട്ടുള്ള പോയിന്റ് ആണ്
z എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ നമ്മൾ പൈ എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് കൺസിഡർ ചെയ്യുക. എവിടെ നിന്ന്? എസ് മൈനസ് സെറ്റ് സെഡ്, അതായത് എസ്സിൽ നിന്ന് സെഡ് ഒഴിച്ച്, ഈ സെഡ് എന്ന് പറയുന്ന പോയിന്റ് ഒഴിച്ച് ബാക്കി എവിടേക്കുള്ള അവിടെ നിന്ന് പിയിലേക്ക്, പി എന്ന് പറയുന്ന പ്രൊജക്ഷനിൽ അല്ല പി എന്ന് പറയുന്ന പ്ലെയിനിലേക്ക് ഒരു കൺസിഡർ ചെയ്യുന്നു, ഒരു മാപ്പിംഗ് കൺസിഡർ ചെയ്യുന്നു സച്ച് ദാറ്റ് പൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു പി. പൈ ഓഫ് എസിന് പി എന്ന് കൊടുക്കണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി സെഡ് എസ് പി ഈ 3 പോയിന്റ്സും ആർ കോലീനിയർ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ എസ് എന്ന് പറയുന്ന സ്മോൾ എസ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ സെഡും എസും ഇങ്ങനെ വരച്ച് കോലീനിയർ ആവുന്ന പ്ലെയിനിലുള്ള പോയിന്റ് ആയിരിക്കും പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസിന്റെ ഇമേജ് പി ആണ്. മനസ്സിലായോ? അപ്പോൾ എസ് ഏത് പോയിന്റ് എടുത്താലും ഈ സെഡ് ഇപ്പം ഇവിടെയാണ് നമ്മളിപ്പോൾ S1 അടുത്ത പോയിന്റ് എടുത്തു. അപ്പം അത് കോലീനിയർ ആവുന്ന ഒരു പോയിന്റ് P1 എവിടെ ഉണ്ടാവും? പ്ലെയിനിലുണ്ടാവും. അപ്പോൾ S1ന്റെ ഇമേജ് P1. ഓക്കെ, അപ്പോൾ എസും പിയും സെഡും കോലീനിയർ ആവുന്ന രീതിയിലുള്ള ആണെങ്കിലാണ് എസിന്റെ ഇമേജ് ആരായിട്ട് വരിക? പി ആയിട്ട് വരിക. ഇങ്ങനൊരു എന്ത് കൺസിഡർ ചെയ്യുക? മാപ്പിംഗ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓക്കെ, ഓക്കെ, ഇനി നമ്മളത് യൂസ് ചെയ്തിട്ടൊരു തിയറം കൂടി ഉണ്ട്. ഈ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. നമുക്ക് തിയറം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. തിയറം 2 9.2 ഈ സെക്ഷനിലെ രണ്ടാമത്തെ തിയറം 9.2 ആണ്. എ ഗ്രാഫ് G is embeddable in the plane if and only if it is embeddable in the sphere. ഓക്കെ, ഒരു ഗ്രാഫ് ഗ്രാഫ് എന്ന് പറയുന്നത് പ്ലെയിനിൽ എംബഡബിൾ ആണെങ്കിൽ എവിടെ എംബഡബിൾ ആണ്? സ്ഫിയറിലും എംബഡബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് ജി എടുത്തു, നമ്മൾ എന്തെടുക്കുന്നു? എംബഡബിൾ ഓൺ സ്ഫിയർ ആണെന്ന് എടുക്കുന്നു. അപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അത് എന്താണെന്ന് എടുക്കുക? സപ്പോസ് ചെയ്യുക സ്ഫിയറിൽ എംബഡബിൾ ആണ് സപ്പോസ് ചെയ്യുക. ഓൺ സ്ഫിയർ എസ്സിൽ എന്താണ്? എംബഡബിൾ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ജി ഡാഷ് എന്ന് പറയുന്നു. എസ്സിലേക്ക് എംബഡ് ചെയ്യുന്ന ആ ഗ്രാഫിനെ ജി ഡാഷ് എന്ന് പറയുന്നു. ഇനി സെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് സ്ഫിയറിൽ നിന്ന് എടുക്കുക. എവിടെ നിന്ന് എടുക്കുക? സെഡ് സ്ഫിയറിൽ നിന്ന് എടുക്കുക സച്ച് ദാറ്റ് സെഡ് എവിടെ ഇല്ലാത്ത രീതിയിൽ ഈ എംബഡിങ്ങിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ആയിട്ട് സെഡിനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്റ്റീരിയോഗ്രാഫിക് എന്താ സെഡ് എന്ന് പറയുന്നത് എങ്ങനെയില്ല? ജിയിൽ ഇല്ലാത്ത രീതിയിൽ കേട്ടോ. എന്നിട്ട് ആ സെഡിനെ നമ്മൾ നേരെ മുകളിൽ വരച്ച കണ്ടില്ലേ? ആ പോയിന്റിലേക്ക് നിർത്തുക. ഓക്കെ, ഈ സെഡ് എവിടേക്ക് എത്തിക്കുക? ഏറ്റവും ഈ കോണ്ടാക്റ്റിനെ നമുക്ക് സ്ഫിയർ തിരിച്ചു വയ്ക്കാമല്ലോ. അങ്ങനെ കോണ്ടാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ പോയിന്റ് ആയിട്ട് സെഡിനെ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ജി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ ഇല്ലാത്തതല്ലേ. സോ ബാക്കിയുള്ള പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ, അതായത് ദ ഇമേജ് ഓഫ് ജി ഡാഷ്, ജി ഡാഷിന്റെ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ ഫ്രം സെഡ്, അതായത് സെഡിൽ നിന്നുള്ള ആ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്ലെയിനിൽ, നമ്മുടെ പ്ലെയിനിലേക്ക് എത്തുമ്പോൾ അതെന്താവും? എംബഡിങ് ഓഫ് ജി ആവും. ഓക്കെ, കാരണം എന്താ? ആ പോയിന്റ് മാത്രം ഇല്ലാത്തൊരു പോയിന്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അത് മുകളിലേക്ക് ഇട്ടു. ബാക്കി ജിയിലുള്ള എല്ലാ പോയിന്റ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോലീനിയർ ആയിട്ട് താഴേക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അവിടെ അവിടെ എഡ്ജസ് ജോയിൻ ചെയ്യാത്തത് കൊണ്ട് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡ്ജസ് വേറെ എവിടെയും ഇന്റർസെക്ട് ചെയ്യാത്ത രീതിയിൽ പ്ലെയിനിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനിൽ എന്തുണ്ട്? ജിക്ക് ഒരു പ്ലാനാർ എംബഡിങ് ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും സിമിലർ കോൺവേഴ്സ് പ്രൂഫും സിമിലർ തന്നെ. പ്ലെയിനിൽ എംബഡിങ് ഉണ്ടെന്ന് എടുക്കുക,
ആ പ്ലെയിനിൽ എംബഡിങ് ഇല്ലാത്ത പോയിന്റിൽ നടുക്കിൽ നിർത്തുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ബാക്കിയുള്ളതിനെല്ലാം ഈ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ആ സ്ഫിയറിലുള്ള എന്ത് കിട്ടും നമുക്ക്? ഗ്രാഫിൻ്റെ പ്ലാനാർ എംബഡിങ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് പ്ലെയിനിൽ എംബഡബിൾ ആണെങ്കിൽ അത് സ്ഫിയറിലും എംബഡബിൾ ആണ്. ഇതാണ് നമുക്ക് 9.2 എന്ന് പറയുന്ന തിയറം സജസ്റ്റ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, നമ്മൾ എന്തെടുക്കുക? എംബഡിങ് ഉണ്ടെന്ന് എടുക്കുക, അത് G' ആണെന്ന് എടുക്കാം. Z എന്ന് പറയുന്ന പോയിന്റ് എസിലത്തെ സ്ഫിയറിലൊരു പോയിന്റ് ആണ്, അത് ഇതിലില്ലാത്തൊരു പോയിന്റ് എടുക്കാം. എന്നിട്ട് ആ പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ആരെ നോക്കുക? പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യാം. സോ എസിൽ നിന്ന് P ഇങ്ങനെയല്ലേ പ്രൊജക്ഷൻ വരണേ? സോ ഈ സ്ഫിയറിൽ എല്ലായിടത്തും പ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ്റെ ഗ്രാഫാണ് വരിക താഴേക്ക്. അതിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതും എന്തായി? താഴേക്ക് വരുമ്പോൾ അതും പ്ലെയിനിലും എന്താവും? പ്ലാനാർ തന്നെയായിരിക്കും അല്ലേ? നോൺ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള എഡ്ജസ് തന്നെയായിരിക്കും അവിടെയും വരിക. കാരണം സ്ഫിയറിലും നോൺ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള എഡ്ജസ് ആണ്. നേരെ തിരിച്ചും പറയാം. Therefore ഒരു പ്ലെയിനിൽ എംബഡഡ് ആണെങ്കിൽ സ്ഫിയറിലും എംബഡബിൾ ആണ്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? തിയറം 9.2. സോ ഈ ഒരു സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ 9.1 എന്ന് പറയുന്ന സെക്ഷൻ അവസാനിച്ചു കേട്ടോ. ഇത്രയാണ് 9.1 ഫസ്റ്റ് സെക്ഷൻ, പ്ലാനാർ ഗ്രാഫിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്.